മിക്സി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. നമ്മൾ സാധാരണ എല്ലാവരും ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മളെല്ലാവരും വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും കുറച്ച് ഇതിനകത്തുള്ള എണ്ണ മെഴുക്കും നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാട് എണ്ണയുടെ അംശമൊക്കെ ഉണ്ടാവും, അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടി എങ്ങനെ നമ്മൾ നല്ലൊരു ക്ലീൻ ചെയ്ത് എങ്ങനെ എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഇതിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു സാധനം നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് മിക്സി ക്ലീൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 സ്പൂൺ എടുക്കാം, അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പം ഞാനിപ്പോൾ ഒരു 2 സ്പൂണിൻ്റെ അളവിനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിമ്മിൻ്റെ ലിക്വിഡാണ്, ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം. 2 സ്പൂൺ ആകുമ്പോഴത്തേക്ക് ഒരു 1.5 സ്പൂണോളം നമുക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നാരങ്ങ കയ്യിലില്ലെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട, നമുക്ക് അതിനനുസരിച്ച് 1 സ്പൂണോളം നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ, വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി. നാരങ്ങ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ചേർക്കുന്നതാണ് നല്ലത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ആയി പോകരുത്, കാരണം ഇതിനകത്ത് മിക്സ് ചെയ്ത് നമുക്കത് തേച്ചൊന്ന് പിടിപ്പിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ വെള്ളം ചേർക്കരുത്, വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കരുത്, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്രഷ് വേണം, പിന്നെ ഒരു സ്ക്രബ്ബർ വേണം. ഇത് രണ്ടുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഫസ്റ്റ് അപ്പം ക്ലീനിങ് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പോർഷനിലൊക്കെ കുറച്ച് സ്ക്രബ്ബറിലെടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതൊരിക്കലും വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കഴുകരുത്, തുടച്ചാണ് നമ്മൾ എടുക്കുന്നത്. മിക്സിയിൽ വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഈ അകഭാഗത്തെല്ലാം ഞാൻ ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ്ബർ എടുത്ത് മിക്സിക്ക് ചുറ്റിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് ചുറ്റിലും ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഫുള്ള് ഇതൊന്ന് തേച്ചെടുക്കട്ടെ. ഇനി ഇതിൻ്റെ ഒയറിലും നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഒയർ കണക്ട് ചെയ്തുകൊണ്ടൊന്നും ചെയ്യരുത്. ഇനി ഇതൊരു 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ഒന്നും കൂടി ഇത് പിടിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ജാറും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ജാറ് തേക്കുമ്പോൾ നമ്മുടെ നാരങ്ങയുടെ തോലുണ്ടല്ലോ, അത് വെച്ച് തേച്ച് കൊടുത്താലും മതി. അത് കറക്റ്റായിട്ട് ഈ ലിക്വിഡ് തന്നെ ജസ്റ്റ് തേച്ചൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇതുപോലുള്ള നമ്മൾ ചെറിയൊരു അടപ്പ് പോലെ കാണുമല്ലോ, അതൊക്കെ നല്ല പോലെ നമുക്ക് ഈ ബ്രഷ് ഇട്ട് ഇതിന് സ്ക്രബ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഈ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ബാക്ക് പോർഷൻ അവിടെയും നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്ത് വെക്കാം. ലിക്വിഡ് ഇട്ടിട്ട് സ്ക്രബ് ചെയ്ത് വെച്ചാൽ മതി. നല്ല പോലെ ക്ലീനായി വരും. ജാറ് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ നല്ല പോലെ നമുക്ക് കഴുകിയെടുക്കാം. മിക്സിയുടെ മോട്ടറിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ വെള്ളം ചേർത്ത് കഴുകാത്തത്. വലിയ ജാറാണ്. ഈ വലിയ ജാറ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് കുറച്ച് ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഡിഷ് വാഷർ. അതിൻ്റെ കൂടെ വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് മിക്സി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇത് എടുത്താൽ മതി. ഒരടി അടിച്ച് എടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ക്ലീനായി വരും. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് വെച്ചിരുന്നാൽ മതി. ഇതും ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ മിക്സി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം, മോട്ടറെല്ലാം ക്ലീൻ ചെയ്ത് കറണ്ടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകം എല്ലാം ക്ലീനായി വരും. അപ്പോൾ വെളി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് വെക്കാം. ഇത് മിക്സി നമ്മൾ ലിക്വിഡ് തേച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്രബ്ബർ എടുത്തിട്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിത് ഫുള്ളൊന്ന് സ്ക്രബ് ചെയ്തെടുക്കട്ടെ. ഫുള്ള് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് ഫുള്ള് തുടച്ചെടുക്കണം. അപ്പം നമുക്ക് തുടച്ചെടുക്കാം. അത് നമുക്കൊരു പഴയ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു നല്ല തുണിയിട്ട് നല്ല പോലെ ഒന്നും കൂടി തുടച്ചെടുക്കണം. നമ്മുടെ മിക്സി ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു 10 മിനിറ്റാണ് നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല വൈറ്റായിട്ടാണ്, വൈറ്റ് കളറിൽ നമ്മളെ മിക്സി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജാറും കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. കണ്ടേ, മോൾ പോർഷനൊക്കെ കണ്ടോ നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ജാറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ജാറ് നമുക്ക് നല്ല പോലെ കഴുകിയെടുത്താൽ മതി. കാരണം ജാറ് നമ്മൾ സാധാരണ കഴുകുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ സാധാരണ പൈപ്പ് വെള്ളത്തിൽ സിങ്കിൽ വെച്ച് നമുക്ക് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ജാറുകളൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ വെള്ളം കൊണ്ട് ഞാൻ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് സാധാരണ വെള്ളം കൊണ്ട് കഴുകിയെടുത്തതാണ്. അത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി അതൊന്ന് മിക്സി ഒന്ന് റൺ ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് മാത്രം മതി നമുക്ക് ഇതൊന്ന് ഈ മിക്സി ഇത്ര പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട്, പുത്തൻ പോലെ ആക്കി എടുക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഉടനെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.